അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തിരുവല്ല IPC പ്രയർ സെൻ്ററിൻ്റെ ആരാധനയിൽ പങ്കെടുക്കുന്ന ബഹുമാന്യരായ എല്ലാ കർത്തൃദാസന്മാർക്കും, എല്ലാ സഹോദരന്മാർക്കും സഹോദരിമാർക്കും വിശേഷാൽ ഈ സഭയ്ക്ക് നേതൃത്വം കൊടുക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത് പ്രത്യേകം അഭിഷേകം ചെയ്ത് ഈ തലമുറയിൽ ശക്തിയോടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന, ഞാൻ വളരെ സ്നേഹിക്കുന്ന, ആദരിക്കുന്ന, അദ്ദേഹം ഇവിടെ പ്രസ്താവിച്ചതുപോലെ 40-ലധികം വർഷങ്ങളായി എൻ്റെ അടുത്ത സ്നേഹിതന്മാരിൽ ഒരാളായിരിക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ രാജു പോക്കാല അവറുകൾ, അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി മക്കൾ, അവരോടൊപ്പം കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷയിൽ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന അനുഗ്രഹീതരായ ദൈവദാസന്മാർ, അനുഗ്രഹിക്കപ്പെട്ട ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹീതരായ കർത്താവിൻ്റെ ദാസന്മാർ, സഹോദരിമാർ, ഈ സഭയിൽ ദൈവത്തെ ആരാധിക്കുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് ഞാൻ ചിന്തിക്കുന്നു, ബോംബെയിൽ സൂക്ഷിക്കുന്ന കാലത്തും കുവൈറ്റിൽ സൂക്ഷിക്കുന്ന കാലത്തും എന്നോടൊപ്പം ആരാധിച്ചിട്ടുള്ള ചില പ്രിയപ്പെട്ടവർ ഈ സഭയിലുണ്ടെന്നാണ് എൻ്റെ അറിവ്. എല്ലാവരോടും ചേർന്ന് ദൈവത്തെ ആരാധിപ്പാൻ നല്ലൊരവസരം ദൈവം ഒരുക്കിയതിൽ വളരെ സന്തോഷത്തോടെ, വളരെ നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസൻ അനേക സന്ദർഭങ്ങളിൽ ഇവിടെ ഒരു ആരാധനയിൽ പങ്കെടുക്കുവാൻ എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. എനിക്കും താല്പര്യമുണ്ടായിരുന്നു. എന്നാൽ പേരൂർക്കടയിലും ഇവിടെ പ്രയർ സെൻ്റർ ഉള്ളപോലെ അവിടെ ഒരു ഫേസ് സെൻ്ററുണ്ട്. കഴിവതും അവിടെ തന്നെ ആയിരിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് ഞായറാഴ്ച. അതുകൊണ്ട് ഇവിടെ വന്നുചേരുവാൻ കഴിയാതെ പോയെങ്കിലും ഇന്ന് വരാനുള്ള അവസരം ദൈവഹിത പ്രകാരം ദൈവം ഒരുക്കിയതിൽ വളരെ സന്തോഷത്തോടെ ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. നിങ്ങളെല്ലാവരെയും കാണുവാനും നിങ്ങളോടൊപ്പം ദൈവത്തെ ആരാധിപ്പാനും കഴിയുന്നത് വലിയ സന്തോഷമായി ഞാൻ കാണുന്നു. IPCയിൽ ഇന്ന് ഏറ്റവും വലിയ സഭകളിൽ ഒരു സഭയാണ് ഈ പ്രയർ സെൻ്റർ സഭ എന്ന് പറയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ സഭയെ ദൈവം പിന്നെയും വളർത്തി, ഏറ്റവും അധികം വളർത്തി, ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി തലമുറയിൽ നിർത്തട്ടെ എന്ന് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസൻ്റെ മകൻ പ്രിയ ജിബിൻ പോക്കാല ഞങ്ങളുടെ ചർച്ചിൽ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ ഒരു ദിവസം പ്രിയ മകനായിരുന്നു. വളരെ ശക്തമായ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം കരങ്ങളിൽ ഉപയോഗിച്ചു. ഞാൻ പറഞ്ഞു, എങ്ങൊതുങ്ങി പോകരുത്, പൊതു ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള ഒരു വിളിയാണ് ദൈവം നൽകിയിരിക്കുന്നത്. ആ നിലയിൽ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കണമെന്നൊരു പ്രബോധനം കൊടുക്കുവാനിടയായിട്ടുണ്ട്. കർത്താവിൻ്റെ ദാസനെയും ദൈവശക്തിയോട് ഉപയോഗിക്കട്ടെ. മക്കളെ, പിതാക്കന്മാർക്ക് പകരം ഇരുത്തുന്ന ദൈവം നമ്മുടെ തലമുറകളെ അതിനുവേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ വലിയ കൃപയോർത്ത് സന്തോഷമുള്ള എല്ലാവരും ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ഇവിടെ സഭായോഗം പ്രാർത്ഥിച്ച് ആരംഭിച്ച സമയം മുതൽ ആരാധന ഇവിടെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. നാം ഇവിടെ കടന്നു വന്നത് ഒരു ആരാധന പങ്കെടുത്തിട്ട് പോകാനല്ല, ആരാധന കണ്ടിട്ട് പോകാനല്ല, ആരാധന നടക്കുന്ന കാര്യങ്ങൾ കേട്ടിട്ട് പോകാനല്ല. നമ്മളെല്ലാവരും ദൈവം കൊണ്ടുവന്നത് ആരാധിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്ത് പോകാനാ. അത് വിശ്വസിക്കുന്നവരെല്ലാവരും ശക്തിയോടെ അല്പസമയം നമ്മുടെ ദൈവത്തിന് മഹത്വം കൊടുക്കുക. ശക്തമായ ആരാധന ഉയരുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളുണ്ട്. ശക്തമായ ആരാധന എവിടെ ഉയരുമോ അവിടെ ദൈവത്തിന് ശബ്ദം ആരാധന നടുവിൽ ദൈവ ശബ്ദം മുഴങ്ങുവാനിടയാകും. ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ വലിയ വിടുതൽ നടക്കുവാനിടയാകും. ശക്തമായി ആരാധന നടക്കുമ്പോൾ ദൈവത്തിൽ പ്രസാദിച്ചു കഴിഞ്ഞാൽ വന്നതുപോലെ ഒരൊറ്റയാളും ഇവിടെ മടങ്ങിപ്പോകാൻ ദൈവം അനുവദിക്കത്തില്ല. വലിയൊരു അനുഗ്രഹത്തോടു കൂടെ ഇന്ന് ദൈവം നമ്മെ അയക്കുവാൻ പോകുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി വിശുദ്ധ തിരുവെഴുത്തിൽ നിന്ന് ഒരു വേദവാക്യം വായിക്കാൻ നമുക്ക് ഏവർക്കും സുപരിചിതമായ ഒരു വേദവാക്യമാണ് വായിക്കാൻ. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവീൻ. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ എന്ത് ചെയ്യണം? പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവരെ ധ്യാനിച്ചു കൊള്ളുവീൻ. എബ്രായ ലേഖനത്തിലെ പശ്ചാത്തലം നമുക്ക് എല്ലാവർക്കും അറിയാം. എബ്രായ വിശ്വാസികൾ യഹൂദ സമുദായം വിട്ട് എബ്രായ വിശ്വാസികൾ രക്ഷിക്കപ്പെട്ട് സ്നാനമേറ്റ് പരിശുദ്ധാത്മാവിൽ ദൈവത്തെ ആരാധിച്ച് ദൈവമക്കളുമായുള്ള കൂട്ടായ്മയിൽ മുമ്പോട്ട് പോകുമ്പോൾ സ്വജനങ്ങളിൽ കൂടെയുള്ള പ്രതികൂലങ്ങൾ, പോരാട്ടങ്ങൾ, വിരോധങ്ങൾ, എതിർപ്പുകൾ വളരെ അവരനുഭവിക്കേണ്ടി വന്നു. അതുകൊണ്ട് തീർന്നില്ല. ഗവൺമെൻറ് ക്രിസ്തീയ പീഡ ആരംഭിച്ചു കഴിഞ്ഞു അക്കാലത്ത്. അതുകൊണ്ട് പുറത്തുള്ള ആളുകളിൽ കൂടെയും ഉള്ള പീഡകൾ അനുഭവിക്കുവാനിടയായി തീർന്നു. അകത്തു നിന്നുള്ള വിരോധം, പുറത്തു നിന്നുള്ള വിരോധം, ഇതെല്ലാം അനുഭവിച്ചപ്പോൾ പലരും ഉള്ളിൽ ക്ഷീണിച്ച് മടുത്തുപോയി. ഉള്ളിൽ ക്ഷീണിച്ച് മടുത്തുപോയ പല ആളുകളും പുറകോട്ട് തിരിയുവാൻ തുടങ്ങി. പഴയ യഹൂദ സമുദായത്തിൽ പോയാൽ അവരിന്നുള്ള എതിർപ്പ് അവസാനിക്കും. യഹൂദ സമുദായത്തിൽ പോയാൽ ക്രിസ്ത്യാനികളുള്ള എതിർപ്പ് വീണ്ടും ഞങ്ങൾ അനുഭവിക്കേണ്ടി വരികയില്ല. അതുകൊണ്ട് ഏറ്റവും നല്ലത് തിരിച്ചു പോകുകയാണ് എന്നുള്ള ചിന്തയിൽ പല ആളുകളുമായി തീർന്നപ്പോൾ അവരെ പിടിച്ചു നിർത്തുവാൻ, അവരെ ഉറപ്പിച്ചു നിർത്തുവാൻ ആത്മഭാരമുണ്ടായിരുന്ന ദൈവദാസനായിരുന്ന പൗലോസ് ആത്മനിയോഗത്തോടു കൂടെ അവരോട് പറഞ്ഞ വാക്കുകൾ നമുക്കിവിടെ വായിക്കാൻ കഴിഞ്ഞത്. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ക്ഷീണിച്ച് മടുത്തു പോകരുത്. നിങ്ങൾ മടുത്തു പോകരുത്. നിങ്ങൾ മടുത്തു പോയി നിങ്ങൾ പിന്തിരിഞ്ഞു പോകരുത്. നിങ്ങൾ ഒരു കാര്യം ചെയ്യ്. പാപികളാൽ വിരോധം സഹിച്ച ഒരുവനുണ്ട്. നിങ്ങളുടെ കർത്താവിനെ നിങ്ങളൊന്ന് ധ്യാനിക്ക്. പാപികളാൽ എത്രയോ വിരോധം കർത്താവ് അനുഭവിക്കേണ്ടി വന്നു. അതിന് നടുവിൽ മടുത്തുപോയ കർത്താവല്ല നമ്മുടെ കർത്താവ്. വിരോധത്തിന് നടുവിൽ, പ്രതികൂലത്തിന് നടുവിൽ, നിന്നയുടെ നടുവിൽ, അപമാനത്തിന് നടുവിൽ, പോരാട്ടങ്ങളുടെ നടുവിൽ മടുത്തുപോയൊരു കർത്താവിനെ അല്ല നാം സേവിക്കുന്നത്. അതിൻ്റെ എല്ലാ നടുവിൽ മുമ്പിൽ ഒരു സന്തോഷത്തെ കണ്ടുകൊണ്ട് മടുപ്പെല്ലാം അകറ്റിക്കളഞ്ഞ് ആ സന്തോഷത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഉറച്ചു നിന്ന കർത്താവ് നമ്മുടെ കർത്താവ്. അങ്ങനെയെങ്കിൽ ഇവിടെ വന്നിരിക്കുന്ന ദൈവത്തിന്റെ മക്കളെ, നമ്മെ മടുപ്പിക്കുന്ന 100 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിലോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ഇന്ന് നമ്മെ ഓർപ്പിക്കുവാനുള്ള ആലോചന. മടുത്തു പോകരുത്, തളർന്നു പോകരുത്, ക്ഷീണിച്ചു പോകരുത്, നിരാശപ്പെട്ടു പോകരുത്, പിന്തിരിഞ്ഞു പോകരുത്, പിറുവിറുത്ത് പോകരുത്, കർത്താവിനെ വിട്ടു പോകരുത്. പഠിപ്പിക്കുന്ന ഏതല്ലോ സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകേണ്ടി വന്നാരോ യേശുവിലേക്ക് കണ്ണുകളൊന്ന് ഉയർത്തുമ്പോ എല്ലാം മടുപ്പും മാറിപ്പോകൂ, എല്ലാം നിരാശ മാറിപ്പോകൂ, എല്ലാ ഭാരങ്ങളും മാറിപ്പോകൂ, എല്ലാ ദുഃഖങ്ങളും മാറിപ്പോകൂ, എല്ലാ വേദനകളും മാറിപ്പോകൂ, എല്ലാ നിരാശകളും മാറിപ്പോകൂ. വിശ്വസിക്കുന്നവർ, അനുഭവമുള്ളവർ ദൈവത്തിന് സ്തോത്രം ചെയ്യോ. ഓരാവരാധിരാജരാധര നിരോധനവരാധിരാജരാധര. ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെ സന്തോഷത്തോടു കൂടെ ഇറങ്ങി തിരിച്ചവരാ മിസ്രൈമിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ.
പുരുഷന്മാർ തന്നെ എണ്ണപ്പെട്ടവർ 6 ലക്ഷം പേരായി ഇറങ്ങി തിരിച്ചത്. എണ്ണപ്പെടാത്ത ആണുങ്ങൾ, അത് കൂടാതെ എത്രയോ സ്ത്രീകൾ, ലക്ഷങ്ങൾ വലിയ സന്തോഷത്തോടെ ഇറങ്ങി തിരിച്ചവരാ. എന്നാൽ 40 ദിവസത്തെ മരുഭൂമി യാത്രയിൽ അവർ മടുത്തുപോയി, അവർ തളർന്നു പോയി, അവർ ക്ഷീണിച്ചു പോയി, അവർ നിരാശപ്പെട്ടു പോയി, അവർ പിറുപിറുക്കാൻ ആരംഭിച്ചു. അവർ പിന്തിരിയുന്ന അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ടായി. എന്താ കാര്യം? ജീവിതത്തിൽ മടുപ്പിക്കുന്ന അനുഭവങ്ങൾ വന്നപ്പോൾ അവർ വിളിച്ച കർത്താവിൽ, അവർ വിളിച്ച ദൈവത്തിൽ അവർക്ക് വിശ്വസിക്കാൻ കഴിയാതെ വന്നതുകൊണ്ട്, ആ ദൈവത്തിന്റെ മുഖത്തേക്ക് അവർക്ക് നോക്കുവാൻ കഴിയാതെ വന്നതുകൊണ്ട്, ആ ദൈവത്തിന്റെ വാഗ്ദത്തത്തെ അവർക്ക് മുറുകെ പിടിക്കാൻ കഴിയാതെ വന്നതുകൊണ്ട് എണ്ണപ്പെട്ട് 6 ലക്ഷം പേരും മരുഭൂമിയിൽ വീണുപോയി, 2 പേരൊഴികെ. പ്രൈസ് ദി ലോർഡ്. ഇറങ്ങിത്തിരിക്കാൻ എളുപ്പമാണ്, രക്ഷിക്കപ്പെടാൻ എളുപ്പമാണ്, സ്നാനപ്പെടാൻ എളുപ്പമാണ്, പെന്തക്കോസ്തിലാകാൻ എളുപ്പമാണ്, അന്യഭാഷ പറയാൻ എളുപ്പമാണ്. എന്നാൽ പ്രയാസമുള്ളൊരു കാര്യമുണ്ട്. മടുപ്പിക്കുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയെന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളതല്ല. എത്രയോ പേര് ഇറങ്ങി തിരിച്ചവർ പിന്തിരിഞ്ഞു പോയി. എത്രയോ പേര് നമ്മോട് കൂടെ സ്നാനപ്പെട്ടവ ഇന്ന് ആത്മീയ മണ്ഡലത്തിൽ ഇല്ല. എത്രയോ പേര് പിന്തിരിഞ്ഞു പോയി. മടുപ്പിക്കുന്ന അനുഭവങ്ങളിൽ അനേകര് പിന്തിരിഞ്ഞു പോയപ്പോൾ ഇന്നും പിടിച്ചു നിൽക്കുവോ കൃപ ലഭിച്ച ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നമ്മുടെ കഴിവല്ല, നമ്മുടെ യോഗ്യതയല്ല, കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോ നമ്മുടെ മടുപ്പുകൾ മാറിപ്പോയി. എന്നേക്കാൾ എത്രയോ മടുപ്പിക്കുന്ന അനുഭവങ്ങളിൽ കൂടിയോ എന്റെ കർത്താവ് കടന്നുപോയത്. എന്നാൽ അതിന്റെ നടുവ് താൻ പിന്തിരിഞ്ഞു പോയില്ലല്ലോ, പിന്മാറിപ്പോയില്ലല്ലോ. പിന്തിരിഞ്ഞു പോയിരുന്നെങ്കിൽ നമ്മൾ പാപികളായി ജനിച്ച്, പാപികളായി ജീവിച്ച്, പാപികളായി മരിച്ച് നിത്യ നരകത്തിൽ നമ്മളെല്ലാം പോകേണ്ടി വരുമായിരുന്നു. എന്നാൽ മടുപ്പിക്കുന്ന 100 വിഷയങ്ങൾ യേശു അഭിമുഖീകരിക്കേണ്ടി വന്നെങ്കിലോ അതിനെല്ലാം നടുവിൽ തൻ്റെ പിതാവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നമ്മുടെ കർത്താവ് തനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതായ ആ ഭാഗ്യകരമായ തനിക്ക് ലഭിക്കാൻ പോകുന്ന അനുഭവങ്ങളെ താൻ കണ്ടുകൊണ്ട്, ആ സന്തോഷത്തെ കണ്ടുകൊണ്ട് താൻ ക്രൂശിൽ മരിച്ചു കഴിയുമ്പോൾ തന്നെ ഉയർപ്പിച്ച് തേജസ്സും ബഹുമാനവും അണിയിച്ചവനായി പിതാവ് തന്നെ മഹിമയുടെ വലത്ത് ഭാഗത്ത് തന്നെ ഇരുത്തുവാൻ പോകുന്ന കാര്യം കർത്താവ് ഓർത്ത് കഴിഞ്ഞപ്പോ എല്ലാ മടുപ്പുകളും മാറിപ്പോയി. ഇന്നത്തെ ഈ മടുപ്പിക്കുന്ന അനുഭവങ്ങളൊന്നും അധികം നേരം നിൽക്കത്തില്ല. കുറച്ച് കഴിയുമ്പോൾ അതെല്ലാം മാറിപ്പോകും. അതുകൊണ്ടാണ് പൗലോസ് എഴുതിയത്, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാര്യങ്ങളിലെ കഷ്ടങ്ങൾ സാരമില്ലെന്നുണ്ടെന്നു എത്ര പേർക്ക് പറയാൻ കഴിയോ? വരാനുള്ള തേജസ്, ലഭിക്കാൻ പോകുന്ന തേജസ് വിചാരിച്ചാൽ എനിക്ക് ലഭിക്കാൻ പോകുന്ന ആ നിത്യതയെ കുറിച്ച് ഒന്ന് ഓർത്തു കഴിഞ്ഞാൽ ഈ കാലത്തിലെ മടുപ്പിക്കുന്ന അനുഭവങ്ങൾ സാരമില്ല. ജീവിതത്തിൽ ദൈവമക്കളൊക്കെ മടുപ്പിക്കുന്ന അനുഭവങ്ങളിൽ കൂടെ പോയിട്ടുള്ളവരാ. കഴിഞ്ഞ 2000 വർഷത്തെ ക്രിസ്തീയ സഭയുടെ ചരിത്രം നാം ശ്രദ്ധിച്ചാൽ എത്രയോ ആയിരങ്ങൾ, ലക്ഷങ്ങൾ, ജനകോടികൾ മടുപ്പിക്കുന്ന അനുഭവങ്ങളിൽ കൂടിയാ അവർ ക്രിസ്തീയ ജീവിതം ചെയ്തത്. എന്നാൽ കുറേ ആളുകളൊക്കെ പിന്തിരിഞ്ഞു പോയെങ്കിലും ബഹുഭൂരിപക്ഷം ആളുകളും പിടിച്ചു നിന്നു. കർത്താവിലേക്ക് നോക്കി അവർ ഉറച്ചു നിൽക്കുവാനിടയായി തീർന്നു. നമ്മെ മടുപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ ലോകം നമ്മെ മടുപ്പിക്കാറുണ്ട്. എന്താ ലോകം നമ്മെ മടുപ്പിക്കുന്നത്? നമ്മൾ ലോകക്കാരായിരിക്കാതെ ലോകത്തിൽ നിന്ന് ദൈവം നമ്മെ തിരഞ്ഞെടുത്തത് കൊണ്ട് ഈ ലോകം നമുക്കെതിരാണ്. ഈ ലോകം നമ്മെ പകച്ചോട്ട് നിൽക്കുക. ഈ ലോകത്തിന് നമ്മൾ കൈ കൊടുത്ത്
ഈ ലോകത്തിനത്തോളെ കൈയിട്ട് നമ്മൾ നടന്നിരുന്നെങ്കിൽ ഈ ലോകത്തിന് നമ്മളെ വളരെ ഇഷ്ടമായിരുന്നു. എന്നാൽ ലോകക്കാരായിരിക്കാതെ ലോകത്തിൽ നിന്ന് ദൈവം നമ്മെ തിരഞ്ഞെടുത്തത് കൊണ്ട് ഈ ലോകം നമ്മെ പകച്ചുകൊണ്ട് നിൽക്കുക. നമ്മെ പകയ്ക്കുന്ന ലോകം, നമ്മെ മടുപ്പിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തിക്കൊണ്ടിരിക്കുക. എന്നാൽ അതിൻ്റെ നടുവിൽ മടുത്തു പോകരുത്. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിന് വരുത്തം വായിക്കുന്നു. നമ്മുടെ കർത്താവ് പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലോ ധൈര്യപ്പെടുവേ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകം മടുപ്പിക്കുന്ന അനുഭവങ്ങൾ വരുത്തുമ്പോൾ ദൈവത്തിന് മക്കൾ പറയണോ, ലോകമേ നിനക്ക് എന്നെ മടുപ്പിക്കാൻ കഴിയത്തില്ല. എൻ്റെ യേശു നിന്നെ ജയിച്ചവരോ, നിന്നെ ജയിച്ചവരോ, നിനക്ക് എന്നെ മടുപ്പിക്കാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ജഡം നമ്മെ പഠിപ്പിക്കാറുണ്ട്. ചില ദിവസങ്ങൾ തീരുമാനിക്കുന്ന യോഗത്തിന് പോകുന്നില്ല, വലിയ ക്ഷീണം, വലിയ തളർച്ച, തലവേദന തോന്നുന്നു, നടുവേദന തോന്നുന്നു, വലിയ ക്ഷീണം. ഇന്ന് യോഗത്തിന് പോകുന്നില്ല. എത്രയോ പേരും അടുത്ത് വീട്ടിലിരുന്നിട്ടുണ്ട്, സഭായോഗത്തിൽ പോകാതെ ക്ഷീണമാണെന്ന് പറഞ്ഞ്, തലവേദനയാണെന്ന് പറഞ്ഞ്, പനിയുടെ ലക്ഷണമുണ്ടെന്ന് പറഞ്ഞ് എത്രയോ പേര് യോഗം മുടക്കി. മഴയുടെ ഒരു ലക്ഷണമുണ്ട്, അതുകൊണ്ട് പോകുന്നില്ലെന്ന് പറഞ്ഞ് എത്രയോ പേര് വീടുകളിൽ ഇരുന്നിട്ടുണ്ട്, മടുത്തു പോയി. ജഡം നമ്മെ മടുപ്പിക്കും. ജഡത്തിന് യോഗത്തിന് പോകുന്നൊന്നും ഇഷ്ടമല്ല, ആരാധിക്കുന്നൊന്നും ഇഷ്ടമല്ല, കൈയടിക്കുന്നൊന്നും ഇഷ്ടമല്ല, ആത്മാവ് നിറയുന്നൊന്നും ഇഷ്ടമല്ല. ജഡത്തിൻ്റെ ഇഷ്ടമെന്ന് പറയുന്നത് ജഡത്തിൻ്റെ ഇഷ്ടങ്ങൾ, ജഡത്തിൻ്റെ അഭിലാഷങ്ങൾ നടക്കണം, ജഡത്തിൻ്റെ സന്തോഷങ്ങൾ, അതാണ് ജഡത്തിൻ്റെ ഇഷ്ടം. എന്നാൽ അത് നടക്കാൻ കഴിയാത്തത് കൊണ്ട് ജഡം നമ്മെ മടുപ്പിക്കാറുണ്ട്. എന്നാൽ ജഡം നമ്മെ മടുപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ മക്കൾ ഒരു കാര്യം ഓർക്കണം, നമ്മെ മടുപ്പിക്കുന്ന ഈ ജഡത്തെ ജയിക്കാനുള്ള, ജഡത്തിൻ്റെ പ്രവർത്തികളെ മരിപ്പിക്കാനുള്ള, ഇതിന്മേൽ ജയം പ്രാപിക്കാനുള്ള ഒരു അത്യന്ത ശക്തി ദൈവം നമ്മുടെ മൺപാത്രത്തിൽ പകർന്നിരിക്കുന്നത് കൊണ്ട് ഈ ജഡത്തിന് നമ്മെ മടിപ്പിക്കാൻ കഴിയത്തില്ല. ക്ഷീണം തോന്നിയാലോ രോഗം തോന്നിയാലോ വീട്ടിലിരിക്കത്തില്ല. കാരണം അകത്തിരിക്കുന്ന ആത്മാവ് നമ്മെ ബലപ്പെടുത്തുക, പോകാൻ പറയുക. ഇവിടെ വന്നു കഴിയുമ്പോൾ, ആരാധിക്കുമ്പോൾ, ദൈവ ശബ്ദം കേൾക്കുമ്പോൾ ക്ഷീണം മാറിയവരായി, രോഗം മാറിയവരായി, തളർച്ച മാറിയവരായി മടങ്ങി പോകുക. എത്രയോ സന്ദർഭങ്ങളിൽ ദൈവം നമുക്ക് ഭാഗ്യം തന്നിട്ടുണ്ട്. അതോർത്ത് ദൈവത്തിന് സ്തോത്രം. പിശാച് നമ്മെ പഠിപ്പിക്കാറുണ്ട്. പിശാചിന് ഒരിക്കലും ദൈവമക്കളെ ഇഷ്ടമല്ല. ഏറ്റവും വിരോധം ദൈവമക്കളോട്. നമ്മൾ അവൻ്റെ കോട്ടകളെ തകർക്കുന്നവർ, നമ്മൾ അവൻ പിടിച്ചു വച്ചിരിക്കുന്നവരെ നമ്മൾ ബലാത്കാരമായി അവൻ്റെ മേൽ അധികാരം പ്രയോഗിച്ചുകൊണ്ട്, അവരെ ബന്ധനങ്ങളെ തകർത്തുകൊണ്ട്, അവരെ ബന്ധനത്തിൽ കിടക്കുന്നവരെ പിടിച്ചു കൊണ്ടുപോകുന്നവർ നമ്മളോ. അതുകൊണ്ട് പിശാചിന് നമ്മളെ ഏറ്റവും വലിയ വിരോധം. എന്നാൽ പിശാച് മടുപ്പിക്കുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ വരുത്തുമ്പോൾ ദൈവമൊക്കെ മടുക്കരുത്. പെട്ടെന്ന് ഓർക്കണം, എൻ്റെ കർത്താവ് പിശാചിൻ്റെ തലയെ ചവിട്ടി മരിച്ചവനാ. വാഴ്ചകളെയോ അധികാരങ്ങളെയോ ആയുധവർഗം വെപ്പിച്ച് അവയുടെ ജയോത്സവം കൊണ്ടാടിയ ഒരു യേശുവിനെയോ ഞാൻ പിൻപറ്റുന്നത്. അത് ഓർക്കുമ്പോൾ നമ്മുടെ മടുപ്പ് മാറിപ്പോകും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മനസ്സിൽ പൊങ്ങി വരുന്ന ചിന്തകൾ നമ്മളെ മടുപ്പിക്കാറുണ്ട്. ഒറ്റയ്ക്കൊക്കെ ഇരിക്കുമ്പോൾ ആവശ്യമില്ലാത്ത ചിന്തകൾ മനസ്സിൽ കയറി വരിക. രക്ഷിക്കപ്പെട്ടു, സ്ഥാനപ്പെട്ട് ബന്ധിക്കോസിലായി, അവർക്കെല്ലാം ഗുണമായി, അവർക്കെല്ലാം ഉയർത്തിയായി, അവരുടെ പിള്ളേരെല്ലാം വെളിയിൽ പോയി, അവർ വലിയ വീട് പണിതു, അവർ കാറ് മേടിച്ചു. നമ്മുടെ വീടിന് ഒരു വ്യത്യാസമില്ല, നമ്മുടെ പിള്ളേർക്കൊരു വ്യത്യാസമില്ല. ഇന്ന് നമ്മൾ ബുദ്ധിമുട്ടുക. ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ ചിലപ്പോൾ മനസ്സ് പിശാച് കൊണ്ടുവരും. അങ്ങനെയുള്ള ചിന്തകളൊക്കെ വരുമ്പോൾ പല ആളുകൾ മനസ്സ് വരുന്ന ആവശ്യമില്ലാത്ത ചിന്തകൾ വരുമ്പോൾ മടുത്തു പോകും. ആസാഫ് ഇതുപോലെ മടുത്തു പോയ ഒരാളാണ്. ആരാധനയ്ക്ക് നേതൃത്വം കൊടുത്ത ആസാഫ്, പാട്ടുകൾ എഴുതിയിട്ടുള്ള ആസാഫ് ഒരു ദിവസം പറയുക, എൻ്റെ ഹൃദയത്തെ വിശുദ്ധീകരിച്ചതും
എൻ്റെ കൈകളെ കുറ്റമില്ലായ്മ കഴിയതെല്ലാം വ്യർത്ഥമായിപ്പോയി. എന്താ കാര്യം? ദുഷ്ടന്മാരെ നോക്കിയപ്പോൾ അവർക്കൊരു കുഴപ്പമില്ല. തടിച്ചു കൊഴുത്തിരിക്കുക, കണ്ണുകളൊക്കെ പുഷ്ടി കൊണ്ട് ഉന്തി നിൽക്കുക, അവിടെ സമ്പത്ത് കൂടിക്കൊണ്ടിരിക്കുക, അവർക്കൊരു കുഴപ്പമില്ല. ഞാൻ പാട്ടും പാടി ഞാനിങ്ങനെ ദൈവത്തെ ആരാധിച്ച് പാട്ടെഴുതി നടന്നിട്ട് എനിക്ക് ഉഷസ്സുതോർന്ന് എണ്ണിപ്പിക്കുന്നതിന് പോകും. രാവിലെ എഴുന്നേൽക്കുന്നതിന് നടുവേദന അല്ലെങ്കിൽ തലവേദന, രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ പ്രയാസം, ഉഷസ്സുതോർന്ന് എണ്ണിപ്പിക്കപ്പെടുന്ന അനുഭവമാണ്. സാമ്പത്തികമായ ഒരു ഉയർച്ചയൊന്നും ഉണ്ടാകുന്നില്ല. ഞാനിങ്ങനെ ഹൃദയം വിശുദ്ധീകരിച്ച് കൈകളെ വെടിപ്പാക്കി ഇങ്ങനെ പാട്ടും പാടി ആരാധിച്ച് നടന്നിട്ട് എന്താ പ്രയോജനം? മടുത്തുപോയി ആസാഫ്. എന്നാൽ ആസാഫിനൊരു ഗുണമുണ്ടായിരുന്നു. മടുക്കുമ്പോൾ വീട്ടിലിരിക്കുന്ന ആളല്ലായിരുന്നു. ഇന്ന് വരെ ആൾ മടുക്കുമ്പോൾ തീരുമാനിക്കുന്ന സഭയിൽ പോകുന്നില്ല. എന്നാൽ ആസാഫിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. മടുത്തു പോകുമ്പോഴാണ് അവർ കൂടുതൽ ആലയത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. മടുത്തു പോയപ്പോൾ ആലയത്തിൽ ചെന്നപ്പോൾ അവിടെ ദൈവം തൻ്റെ ഉള്ളത്തോട് ഇടപെടാൻ തുടങ്ങി. ആസാഫേ, നീ ഒന്ന് നോക്കിക്കേ, നീ പറഞ്ഞ ചിന്തിച്ച ദുഷ്ടന്മാരുടെ കാല് എവിടെ നിൽക്കുന്നതെന്ന് നോക്ക്. വഴുവഴുപ്പിൽ അവർ നിൽക്കുന്നത്, അവർ ബാലസ് പിടിക്കുന്നുണ്ടോ അവർ പിടിച്ചു നിൽക്കുന്നത്? നീ ഒന്ന് നോക്ക്. എൻ്റെ കൈ അവരെ തെള്ളിയിടാൻ നിൽക്കുക. അവരധികം നാട് നിൽക്കത്തില്ല, അവർ വീട് പോകൂ. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവാത്മാവ് ഇടപെട്ട് കഴിഞ്ഞപ്പോൾ തനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു, എൻ്റെ കാല് വഴുവഴുപ്പിലല്ലോ, എൻ്റെ കാല് ഉറപ്പുള്ളൊരു പാറമേ ദൈവം നിർത്തിയിരിക്കുകയാണല്ലോ. തനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു, എൻ്റെ ദൈവം എന്നെ തള്ളിയിടാൻ നിൽക്കുന്ന ദൈവമല്ലല്ലോ, തൻ്റെ ബലമുള്ള കരം കൊണ്ട് അവരെ മുറുകെ പിടിച്ചിരിക്കുന്ന ദൈവമാണല്ലോ എന്ന് ഓർത്ത് കഴിഞ്ഞപ്പോ എല്ലാം മടുപ്പം മാറി, എല്ലാം നിരാശ മാറി. ആസാഫ് പറയുക, അയ്യോ ഞാൻ പൊട്ടനായി പോയി, ഒരു മൃഗത്തെ പോരായി പോയി എന്ന് പറഞ്ഞ് അവൻ പശ്ചാത്തപിക്കുക. ഹല്ലേലൂയ. ദൈവത്തെ മക്കളെ മടുപ്പിക്കുന്ന ചിന്തകൾ ദുഷ്ടപിശാച് ഹൃദയത്തെ കൊണ്ടുവിടുമ്പോൾ യേശുവിന്റെ നാമത്തിൽ അതിനെ ശാസിച്ച് പുറത്താക്കണം. അതിനെ മടുപ്പിക്കരുത്. അങ്ങനെയുള്ള ചിന്തകൾ വരുമ്പോൾ ഓർത്തുകൊള്ളുക, നീ ദൈവത്തിന്റെ ഒരു മകനാ, നീ ദൈവത്തിന്റെ ഒരു മകളാ, നീ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാ, നീ ദൈവത്തിന്റെ പ്രോഗ്രാമിൽപ്പെട്ട ഒരു ദൈവത്തിന്റെ പൈതലാ. നീ മടുക്കേണ്ടവരല്ല. നിന്നെ കുറിച്ച് ദൈവത്തിന് വലിയ പ്രോഗ്രാമുകളുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ചിലപ്പോൾ വാക്കുകൾ നമ്മെ മടുപ്പിക്കാറുണ്ട്. മറ്റുള്ളവരുടെ വാക്കുകൾ, നമുക്കെതിരായ ഒരു പറഞ്ഞ വാക്കുകൾ, പറഞ്ഞ നമ്മൾ കേട്ട വാക്കുകൾ, അല്ലെ അവരെവിടെയെങ്കിലും എഴുതി പിടിപ്പിച്ച വാക്കുകൾ, ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ മടുത്തു പോകും. ഇങ്ങനെ മടുത്ത ഒരാളായിരുന്നു ഏരിയാവാരാ. ആകാശത്ത് പ്രാർത്ഥിച്ച് തീയിറക്കിയ ശക്തനായ പ്രവാചകൻ മടുത്തുപോയി. എങ്ങനെയാ മടുത്തത്? ഇസബേലിൻ്റെ വാക്ക് കേട്ടു. നേരിട്ട് കേട്ടില്ല, പറഞ്ഞു കേട്ടു. ഇസബേല് പറഞ്ഞു, നാളെ ഈ നേരത്ത് അവരെ തല കാണുകയില്ല. അവൻ കൊന്നു കളഞ്ഞ പ്രവാചകന്മാരിൽ ഒരുത്തനെ പോലെ ഞാൻ അവനെയും 24 മണിക്കൂറിനുള്ളിൽ കൊന്നുകളയും. മടുപ്പിക്കുന്ന വാക്കുകൾ കേട്ട് മടുത്തുപോയി. ചൂരച്ചെടിയുടെ തണലിൽ വളരെ ദൂരം സഞ്ചരിച്ച് ഒരു ചൂരച്ചെടിയുടെ തണലിൽ പോയിരുന്നു. മാതി കർത്താവേ, എന്നെ അങ്ങ് എടുക്കണേ. ഇനി എനിക്ക് പ്രവാചക ശുശ്രൂഷ വേണ്ട, എനിക്കിനി പ്രവചിക്കണ്ട, എനിക്കിനി തീയിറക്കണ്ട, എനിക്കൊരു വീരപ്രവൃത്തം ചെയ്യണ്ട, എന്നെ അങ്ങ് എടുത്താൽ മതി, എന്നെ എടുത്താൽ മതി. മടുത്തുപോയി. എന്നാൽ മടുത്തിരിക്കുന്നവരെ സ്വർഗത്തിലെ ദൈവം ചൂടുള്ള അട കൊടുത്ത് ദൂതനെ അയച്ച്
തുരുത്തി വെള്ളം കൊടുത്ത് അവന് മടുപ്പ് മാറ്റിയ ദൈവം ഈ പ്രയർ സെന്ററിൽ ഇന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് മടുത്തിരിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ നിനക്ക് ചൂടട നൽകാൻ ദൈവം നിന്റെ ദാസന്മാരെ നിങ്ങളുടെ നടുവിലേക്ക് അയക്കുന്നത്. നിങ്ങളുടെ മടുപ്പ് മാറ്റി നിങ്ങൾക്ക് ചൂടട തന്ന് നിങ്ങളെ ബലപ്പെടുത്താൻ ദൈവം അവിടെ ഉണ്ട്. നമ്മുടെ ദൈവത്തെ കുറിച്ച് ദൈവവാരത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നമ്മുടെ ദൈവോ ക്ഷീണിച്ചു പോകുന്ന ദൈവമല്ലോ, നമ്മുടെ ദൈവോ മടുത്തു പോകുന്ന ദൈവമല്ലോ, നമ്മുടെ ദൈവോ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്ന ദൈവമോ, ബലമില്ലാത്തവന് ബലം നൽകുന്ന ദൈവമോ. വാക്കുകളുടെ മുമ്പിൽ തളർന്നിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിരാശപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവിന് നിന്നോടൊരു ദൂത് പറയാനുണ്ട്. നിനക്കിനും ദൂരയാത്രയുണ്ട്, നിനക്കിനും ദൂരയാത്രയുണ്ട്. ഏരിയാവേ, നീ മടുത്തിരിക്കേണ്ടവരല്ല, നിനക്ക് ദൂരയാത്രയുണ്ട്. ഇതിന്റെ ശുശ്രൂഷ തീർന്നിട്ടില്ല, ഇനി നിനക്ക് ശുശ്രൂഷയുണ്ട്. ചിലരെ അഭിഷേകം ചെയ്യാനുണ്ട്. നിന്നെ കുറിച്ചുള്ള എന്റെ ചില പ്രോഗ്രാമുകൾ ഇനി നിറവേറാനുണ്ട്. നീ മടുക്കേണ്ട ആവശ്യമില്ല. ഇത് വേറെ കാലം മടുത്തിരിക്കുന്ന വ്യക്തികളോട് ദൈവത്തിന്റെ ആത്മാവ് ദൂരം പറയുക, നിന്റെ കുറിച്ചുള്ള ദൈവത്തിന്റെ പ്രോഗ്രാമുകൾ ഇനി നിറവേറാനുണ്ട്. മതി മതി എന്ന് നീ പറയരുത്. ദൈവമാണ് തീരുമാനിക്കേണ്ടത്. മതിയോ എന്ന് നീ അല്ല തീരുമാനിക്കേണ്ടത്, നിന്റെ ദൈവമാ തീരുമാനിക്കേണ്ടത്. മതിയോ എന്ന് ദൈവം തീരുമാനിക്കുന്ന പോലെ മതി എന്ന് നീ പറയരുത്. ദൈവത്തിന്റെ ഇഷ്ടത്തിനു വേണ്ടി, ദൈവഹിതത്തിനു വേണ്ടി ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുത്തു കൊള്ളുക. ശക്തിയോടെ അല്പസ്വയം ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. പലവിധത്തിൽ നമ്മെ മടുപ്പിച്ച് നമ്മെ നിരാശപ്പെടുത്തി ദൈവകൃപയിൽ അകറ്റി ശേഷം മനുഷ്യരെ പോലാക്കാൻ ദുഷ്ടനായ പിശാച് പല തന്ത്രങ്ങൾ, പല ആടുകളിൽ കൂടെ, പല മാർഗങ്ങളിൽ കൂടെ അവൻ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുക. അത് തിരിച്ചറിയാൻ ദൈവമൊക്കെ കഴിയണം. മടുപ്പ് മാറാനുള്ള രണ്ട് കാര്യം പൗലോസ് ഇവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒന്ന്, സാക്ഷികളുടെ വലിയ സമൂഹം നമ്മുടെ ചുറ്റും നിൽക്കുന്നു. അവരെ ഒന്ന് നോക്കിയാൽ മതി. അവരെ ഒന്ന് നോക്കുമ്പോൾ മടുപ്പെല്ലാം മാറിപ്പോകും. മടുപ്പിക്കുന്ന അനുഭവങ്ങൾ വരുമ്പോൾ ആരെ നോക്കണം? സാക്ഷികളുടെ വലിയ സമൂഹം. ഇവരാരാ? നമ്മെപ്പോലുള്ള മനുഷ്യർ. നമ്മൾ ജീവിച്ച ഇതേ ഭൂമിയിൽ, നമ്മൾ ജീവിക്കുന്ന ഇതുപോലെ ഇതേ ശരീരത്തിൽ ജീവിച്ച ആളുകളാണ്. പാപത്തിനോ അല്ല പൈശാചിക തന്ത്രത്തിനൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. ഇന്ന് അവർ ഏതെല്ലാം തന്ത്രം പ്രയോഗിക്കുന്നോ അന്നും അവൻ ആ തന്ത്രങ്ങളൊക്കെ പ്രയോഗിച്ചതാണ്. അവരൊക്കെ മടുപ്പിക്കാൻ ശ്രമിച്ചതാണ്. എന്നാൽ അതിൻ്റെ നടുവിൽ അവർ മടുത്തു പോയില്ല. മടുപ്പിക്കുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നിട്ടും മടുത്തു പോകാതെ നല്ല പോർ പൊരുതി ഓട്ടം തികച്ച് വിശ്വാസം കാത്ത് ദൈവസനയിൽ എത്തിച്ചേർന്നിരിക്കുന്ന സാക്ഷികളെ വലിയൊരു സമൂഹത്തെ വിശ്വാസ കണ്ണുകളാൽ, ആത്മീയ കണ്ണുകളാൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ഓരോ സ്വർഗീയ സാക്ഷികളുടെ എത്ര വലിയ ഒരു സമൂഹം എവിടെ നിൽക്കുന്നത്? നമ്മുടെ ചുറ്റും നിൽക്കുക. കോടാനുകോടി മൈലുകൾ പുറത്തുള്ള സ്വർഗത്തിൽ നിൽക്കുന്നു. അവരിയ്ക്കുന്നു, അവർ വിശ്രമിക്കുന്നു എന്നൊന്നുമല്ല പറഞ്ഞത്. നമ്മുടെ ചുറ്റിലും നമുക്ക് കാണത്തക്ക നിലയിൽ അവരെല്ലാം നിൽക്കുക.
അവരെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർക്കാൻ കഴിയും, എന്നെ പോലുള്ള ഈ മനുഷ്യർ മടുപ്പിക്കുന്ന 100 കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നിട്ടും അവർ മടുക്കാതെ നിന്നത് കൊണ്ടാണല്ലോ അവർക്ക് അവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞത്. അവർ മടുത്തില്ലെങ്കിൽ ഞാൻ മടുക്കേണ്ട കാര്യമില്ല. അവരെ മടുപ്പിച്ചില്ലെങ്കിൽ എന്നെ മടുപ്പിക്കാൻ കഴിയത്തില്ല. എനിക്ക് സമസ്വഭാവമുള്ള മനുഷ്യർ ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ മടുപ്പിക്കുന്ന 100 അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നിട്ട് അവർ മടുത്തു പോകാതെ അവർ ഉറച്ചു നിന്നെങ്കിൽ എനിക്ക് മടുത്തു പോകാതെ ഉറച്ചു നിൽക്കാൻ കഴിയോ? ഞാൻ മടുക്കേണ്ട കാര്യമില്ല. സാക്ഷികളുടെ സമൂഹത്തിൽ നിൽക്കുന്ന ചില ഞാൻ ചൂണ്ടിക്കാണിക്കും. ഇവിടെ പേരെന്തോ സാക്ഷികളുടെ സമൂഹം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? അവർക്കെല്ലാം ഓരോ സാക്ഷ്യം പറയാനുള്ളവരാ. അവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് എല്ലാവർക്കും പറയാൻ സാക്ഷ്യമുണ്ട്. ആദ്യം ഒരാളുടെ ഞാൻ ചൂണ്ടിക്കാണിക്കുക, യോബിന് സാക്ഷ്യം എന്തായിരിക്കും? സാക്ഷികളുടെ സമൂഹത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത് യോബ്. അവരുടെ സാക്ഷ്യം, എൻ്റെ ജീവിതത്തിൽ മടുപ്പിക്കുന്ന ഒരുപാട് വിഷയമുണ്ടായി. എൻ്റെ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു, കന്നുകാലികളെല്ലാം നഷ്ടപ്പെട്ടു, ദാസ്യദാസന്മാരെല്ലാം നഷ്ടപ്പെട്ടു. അത് മാത്രമല്ല 10 മക്കളുണ്ടായിരുന്നു. അവരും ചതഞ്ഞ് അരഞ്ഞ് അപകടത്തിൽപ്പെട്ട് ഒരൊറ്റ ദിവസം അവർ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. അതുകൊണ്ട് തീർന്നില്ല, എൻ്റെ ശരീരം മുഴുവനും വ്രണം ബാധിച്ച് അതിവേദന അനുഭവിക്കുന്ന അനുഭവത്തിൽ കൂടെ ഞാൻ പോകേണ്ടി വന്നു. എന്നെ ആശ്വസിപ്പിക്കാൻ വന്ന എൻ്റെ സ്നേഹിതന്മാർ ആശ്വസിപ്പിക്കുകയല്ല, കുത്തുവാക്കുകൾ പറഞ്ഞപ്പോൾ എന്നെ അത് വേദനിപ്പിക്കുന്ന വാക്കുകളായിരുന്നു. എൻ്റെ കൂടെ സുഖത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും രോഗത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും എല്ലാം കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ് ഉടമ്പടി ചെയ്ത് എൻ്റെ കൂടെ കൂടിയ എൻ്റെ ഭാര്യ പറയുക, ദൈവത്തെ ത്യജിച്ച് കളഞ്ഞ് മരിക്കെന്ന് പറഞ്ഞ് എൻ്റെ മുമ്പിൽ വന്നു നിന്ന സമയമുണ്ട്. പഠിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നെങ്കിലോ അതിന് നടുവിൽ മടുത്തു പോകാൻ നിൽക്കാൻ കഴിഞ്ഞൊരു രഹസ്യമുണ്ട്. എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു, എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു, എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു, എന്നെ വീണ്ടെടുത്തവർ എന്നെ രക്ഷിച്ചവർ ജീവിക്കുന്നു എന്നുള്ള ഉറപ്പ് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ വിളിച്ചു പറഞ്ഞു, അവരെന്നെ കൊന്നാലോ ഞാൻ അവരെ തന്നെ കാത്തിരിക്കും. യോബ് മടുത്തു പോയിരുന്നെങ്കിൽ സാക്ഷികളുടെ സമൂഹത്തിൽ ഈ യോബിനെ കാണത്തില്ലായിരുന്നു. മടുത്തു പോയില്ല, ദൈവത്തിൽ ആശ്രയിച്ച് ഉറച്ചു നിന്നു. പ്രൈസലോ. സാക്ഷിയുടെ സമൂഹത്തിലെ മറ്റൊരാളെ ചൂണ്ടിക്കാണിക്കുക യോസേപ്പ് അവിടെ ഉണ്ട്. യോസേപ്പിന് പറയാനൊരു സാക്ഷ്യമുണ്ട്. മനസ്സ വാച കർമ്മണ അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞ് പരത്തി എന്നെ അപമാനിച്ച് എന്നെ തല പൊങ്ങാത്ത നിലയിൽ എന്നെ സമൂഹത്തിൽ അവഹേളിച്ച് ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് ഞാൻ ബന്ധിതനായി, കൈകാലുകൾ ബന്ധിക്കപ്പെട്ട് കാരാഗ്രഹത്തിൽ ഒരു കുറ്റക്കാരനെ പോലെ എന്നെ കൊണ്ടിടാനിടയായി. ആളുകളെല്ലാം ഞാൻ ഇത്ര കൊള്ളരുതാത്തവനാണല്ലോ എന്ന് എന്നെ നോക്കി ചിന്തിക്കാനിടയായി. എനിക്ക് വേദന വരുത്തുന്ന ഒരുപാട് അനുഭവങ്ങൾ മറ്റുള്ളവരുന്നുണ്ടായി. എന്നാൽ അതിൻ്റെ നടുവിൽ എനിക്ക് മടുക്കാൻ നിൽക്കാൻ കഴിഞ്ഞത് എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു. സ്വപ്നം തന്നത് ദൈവമാണെങ്കിൽ അത് നിവർത്തിക്കാൻ ദൈവം ശക്തനാണെന്നുള്ള ഉറപ്പ് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു. എൻ്റെ ദൈവം ഫോഷ്ക്ക് പറയുന്ന ദൈവമല്ല. എൻ്റെ ദൈവം എന്തെങ്കിലും കാണിച്ചാൽ അത് നിവർത്തിക്കുന്ന ദൈവമാണെന്ന് ഉറച്ചുകൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് കൊണ്ട് ഞാൻ മടുത്തു പോയില്ല. സാക്ഷികളുടെ സമൂഹത്തിൽ മറ്റെല്ലാം കാണാൻ കഴിയുന്നു. ദാവീദിന് പറയാൻ കഴിയുന്ന ഒരു സാക്ഷ്യമുണ്ട്. എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ച സമയങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായി. എൻ്റെ സഹോദരന്മാർ എനിക്കെതിരായി സംസാരിച്ച സമയങ്ങൾ
എൻ്റെ ജീവിതത്തിലുണ്ടായി. എൻ്റെ അമ്മായിയപ്പൻ എന്നെ കൊന്നുകളയാൻ 3000 പേരുമായി എൻ്റെ പിന്നാലെ നടന്ന് എന്നെ വേട്ടയാടി. ഞാൻ കാടുകളിൽ കൂടെ, ഞാൻ മരുഭൂമിയിൽ കൂടെ, ഗുഹകളിൽ കൂടെ ഞാൻ എൻ്റെ ജീവിതം കഴിക്കേണ്ട സാഹചര്യങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായി. അതുകൊണ്ടെല്ലാം മടുപ്പ് തീർന്ന് നീ വിചാരിച്ചപ്പോൾ എൻ്റെ സ്വന്തം മകൻ എനിക്കെതിരായി കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കി, എനിക്ക് വളരെ പ്രയാസം വരുത്തി. ഇതിനിടയ്ക്ക് എൻ്റെ ഭാര്യമാര് മക്കളെ പിടിച്ചുകൊണ്ട് ഞാൻ താമസിച്ച വീട് ചണ്ടിക്കുമ്പാരമാക്കുവാൻ മാരിയേക്കര് കടന്നു വന്നു. ഒരുപാട് ആളുകളിൽ നിന്ന് മടുപ്പിൻ്റെ അനുഭവങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിലുണ്ടായി. എന്നാൽ മടുത്തു പോകാൻ നിൽക്കാൻ കഴിഞ്ഞത് കൊണ്ട് ഞാനിവിടെ എത്തിച്ചേർന്നത്. ദാവീദേ എങ്ങനെ മടുത്തു പോകാൻ നിന്നെന്ന് ചോദിച്ചാൽ ഞാൻ വിശ്വസിക്കുന്നു തനിക്കൊരൊറ്റ മറുപടിയേ ഉള്ളൂ: യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യോ? അവരുടെ നേരെ അവരെ തേനീച്ച പോലെ അവരെ ചുറ്റി വളഞ്ഞാലോ എനിക്ക് ഉറപ്പുണ്ട്, ഒരു നിമിഷം കൊണ്ട് മൂർത്തി കെട്ടുപോകുന്ന പോലെ അവർ കെട്ടുപോകോ. അവർ വളഞ്ഞത് ഒന്നിനു പുറകെ ഒന്നായി പല സമയങ്ങളിലായിട്ട് അവരെ വളഞ്ഞത്. എന്നാൽ അവരെന്നാല് പട്ടുപോകാൻ പോകുന്നത് ഒരു നിമിഷം കൊണ്ട്. എന്റെ ദൈവം ഒന്ന് എഴുന്നേറ്റ് കഴിയുമ്പോൾ, എന്റെ ദൈവത്തിന്റെ കരം ഒന്ന് നീട്ടി കഴിയുമ്പോൾ അവര് മൂർത്തി കെട്ടുപോകുന്ന പോലെ കെട്ടുപോകുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത്. പിൽക്കാലത്ത് സാക്ഷികളുടെ സമൂഹത്തിൽ എത്തിച്ചേർന്ന ഒരാളെ കൂടി ഞാൻ ചൂണ്ടിക്കാണി. ആളിന് ഒരു സാക്ഷ്യമുണ്ട്. ആള് പറയാൻ കഴിയുന്ന സാക്ഷ്യം എന്താണെന്നറിയാമോ? 1 കുറയ 40 അടി 5 പ്രാവശ്യം ഞാൻ കൊള്ളയിട്ട് വന്നു. 3 പ്രാവശ്യം കോലുകൊണ്ട് എന്നെ അടിച്ചു. 1 പ്രാവശ്യം കല്ലെറിഞ്ഞ് എന്നെ കൊല്ലാൻ ശ്രമിച്ചു. അനേക സന്ദർഭങ്ങളിൽ എന്നെ അടിച്ചു, എന്നെ ഉപദ്രവിച്ചു, എൻ്റെ കൈകാലുകൾ ബന്ധിച്ചു, എന്നെ ജയിലിലിട്ടു. ഒരുപാട് പ്രയാസങ്ങൾ എൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവരിൽ കൂടെ എനിക്ക് അനുഭവിക്കേണ്ടി വന്നു. എന്നതിൻ്റെ നടുവിൽ ഞാൻ മടുത്തു പോയില്ല. പൗലോസേ, എന്താ മടുത്തു പോകാതിരുന്നത് എന്ന് ചോദിച്ചാൽ പൗലോസിനൊരു സാക്ഷ്യമുണ്ട്. ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. എനിക്കറിയാം എൻ്റെ ദൈവം ആരാണെന്ന്, എന്നെ വിളിച്ചവൻ ആരാണെന്ന്, എന്നെ തിരഞ്ഞെടുത്തവൻ ആരാണെന്ന്, എന്നെ അഭിഷേകം ചെയ്തവൻ ആരാണെന്ന്, എന്നെ ശുശ്രൂഷ ഏൽപ്പിച്ചവൻ ആരാണെന്ന് എനിക്കറിയാം. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു, എനിക്ക് നിശ്ചയം ഉണ്ടായിരുന്നു. എൻ്റെ കർത്താവ് എന്നെ കൈവിടുന്നവനല്ല, എൻ്റെ കർത്താവ് എന്നെ ഉപേക്ഷിക്കുന്നവനല്ല. ആ ഉറപ്പ് എനിക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത്. ഇറങ്ങി തിരിച്ച്, വിശ്വാസത്തിൽ ഇറങ്ങി തിരിച്ച്, അകത്തുനിന്നും പുറത്തുമുള്ള പീഡനം അനുഭവിച്ച് പലവിധത്തിൽ സാത്താന്റെ തന്ത്രങ്ങൾ, മടിപ്പിക്കാനുള്ള തന്ത്രങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ദൈവത്തിന്റെ ജനമേ, ദൈവത്തിന്റെ ആത്മാവ് ശക്തമായൊരു ദൂത് അറിയിക്കുന്നു. മടുപ്പ് കൂടുമ്പോൾ നമുക്ക് മുമ്പ് മടുക്കാതെ അവിടെ എത്തിച്ചേർന്ന വിശുദ്ധന്മാരെ കുറിച്ചൊന്ന് ഓർത്ത് കഴിയുമ്പോൾ, അവിടെ ജീവിതാനുഭവങ്ങൾ ഒന്ന് ഓർത്ത് കഴിയുമ്പോൾ എല്ലാം മടുപ്പും മാറി സന്തോഷത്തോടു കൂടെ കർത്താവിനെ സ്നേഹിക്കുവോ സേവിക്കുവോ നമുക്കിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സാക്ഷികളെ വലിയ സമൂഹത്തെ നോക്കണം. പിന്നെ ആരെ നോക്കണം? ആദ്യം പറഞ്ഞല്ലോ, വിരോധം സഹിച്ച യേശുവിനെ നോക്കണം. അതിൻ്റെ മുകളിലത്തെ വാക്യത്തിൽ എഴുതി, തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അപമാനത്തെ അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. അപ്പം യേശുവിന് എന്തൊക്കെ ഉണ്ടായിരുന്നു? അപമാനം യേശു അനുഭവിക്കേണ്ടി വന്നു, ക്രൂശിനെ സഹിക്കേണ്ടി വന്നു. ഗതസമരം മുതൽ
ഗോൽഗോഥ വരെ ക്രൂശിന്റെ കാഠിന്യമേറിയ അനുഭവം യേശു അനുഭവിക്കേണ്ടി വന്നു. അപമാനങ്ങൾ, നിന്ദകൾ, പഴികൾ, ദുഷികൾ കർത്താവ് അനുഭവിക്കേണ്ടി വന്നു. എത്രയോ വേദന ഉളവാക്കുന്ന അടികൾ കർത്താവ് ഏൽക്കേണ്ടി വന്നു. തലയിൽ മുൾക്കിരീടം വെച്ചടിച്ചു, മുഖത്തെ രോമങ്ങൾ പിടിതെടുത്തു, മുഖത്ത് തുപ്പി. ഏതെല്ലാം വിധത്തിൽ ഒരു മനുഷ്യനെ അപമാനിക്കാൻ കഴിയുമോ ആ നിലയിലെല്ലാം യേശുവിനെ അവർ അപമാനിക്കാനിടയായി തീർന്നു. ഇനി എല്ലാം നടുവിൽ യേശു ചെയ്തത് മുമ്പിലെ സന്തോഷത്തെ ഓർത്തുകൊടുന്നു, മുമ്പ് ലഭിക്കാൻ പോകുന്ന സന്തോഷത്തെ ഓർത്തുകൊടുന്നു. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, നമ്മുടെ കർത്താവ് ഉണ്ടായതുപോലെ മടുപ്പിക്കുന്ന അനുഭവം ലോകത്തിലൊരു വിശുദ്ധനും ഇതുവരെ ഉണ്ടായിട്ടില്ല. തല കൂടെ നടന്നവർ തന്നെ തള്ളിക്കളഞ്ഞു, തന്നെ തള്ളിപ്പറഞ്ഞു, തന്നെ കാണിച്ചു കൊടുത്തു. അതുകൊണ്ട് തീർന്നില്ല. താൻ ആഹാരം കൊടുത്തവർ, താൻ കൊടുത്ത ആഹാരം ഭക്ഷിച്ചവർ തനിക്കെതിരായി നിന്നു. ഓശാന തനിക്ക് പാടിയവർ തന്നെ ക്രൂശിക്കോ ക്രൂശിക്കോ എന്ന് അവർ നിലവിളിക്കുവാനിടയായി. കുരുത്തോലെടുത്ത കൈകളിൽ അവർ കാര്യപ്പാടികൾ എടുത്തു, അവർ ചുറ്റിക എടുത്തു. ഒരു ദയമില്ല, നമ്മുടെ കർത്താവിനെ അവർ ക്രൂശിച്ചു കൊല്ലുവാനിടയായി. പഠിപ്പിക്കുന്ന അനുഭവങ്ങളെല്ലാം വന്നപ്പോൾ താൻ പിടിച്ചു നിന്നത് താന് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് തേജസ്സും ബഹുമാനം അണിഞ്ഞവരായി പിതാവിൻ്റെ മഹിമയുടെ വലത്ത് ഭാഗത്ത് താൻ ഇരിക്കാൻ പോകുന്ന ആ തൻ്റെ മുമ്പിലുള്ള സന്തോഷത്തെ താൻ കണ്ടതുകൊണ്ട് അപമാനത്തെ അലക്ഷ്യമാക്കിക്കൊണ്ട് ക്രൂശിന് യേശു സഹിക്കാനിടയായി. ചിലപ്പോൾ നമ്മെ സ്നേഹിച്ചവർ നമുക്കെതിരായി തീരും, നാം സഹായിച്ചവർ നമുക്കെതിരായി തീരും, നമ്മോട് കൂറ് കാണിക്കേണ്ടവർ, കടപ്പാടുള്ളവർ അതെല്ലാം മറന്ന് നമ്മെ വേദനിപ്പിക്കുന്ന നിലയിൽ നമ്മോട് ഇടപെട്ടെന്ന് വരോ. എന്നാൽ ഇന്ന് ഒരു കാര്യം ദൈവാത്മാവ് ദൂരം അറിയുക, ദൈവദാസനെ തളർന്നു പോകരുത്, ദൈവമക്കളെ ക്ഷീണിച്ചു പോകരുത്, ദൈവമക്കളെ അധൈര്യപ്പെട്ടു പോകരുത്. ഒരു കാര്യം ഓർത്തു കൊള്ളുക, സാക്ഷികളുടെ വലിയ സമൂഹം മുമ്പിൽ നിൽക്കുന്നു. ഒരു കാര്യം ഓർത്തു കൊള്ളുക, നമ്മുടെ കർത്താവിന്റെ മഹിമയുടെ വലത്തുഭാഗത്ത് ജയാടിയോ ഉയർത്തെഴുന്നേറ്റ കർത്താവ് തേജസ് ധരിച്ചവരായി കർത്താവിനെ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഈ കാര്യങ്ങൾ ഓർക്കുമ്പോൾ എല്ലാ മടുപ്പും മാറിപ്പോകട്ടെ, എല്ലാ നിരാശകളും മാറിപ്പോകട്ടെ, എല്ലാ ഭാരങ്ങളും മാറിപ്പോകട്ടെ. ദൂതേറ്റെടുക്കാൻ കഴിയുന്നു. അല്പസമയം ദൈവത്തെ ആരാധിക്കേണോ, ശക്തിയോടുകൂടെ ദൈവത്തിന് മഹത്വം കൊടുക്കേണോ. യേശുവിന്റെ നാമത്തിൽ എല്ലാ മടുപ്പുകളും, മടുപ്പിക്കുന്ന ചിന്തകൾ, മടുപ്പിക്കുന്ന വിചാരങ്ങൾ എല്ലാം മാറിപ്പോകട്ടെ. മടുപ്പിക്കുന്ന വൈശ്വാചിക തന്ത്രങ്ങളെ യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ജയം. ഹല്ലേലൂയ. ശക്തിയോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടെ, സന്തോഷത്തോടെ ദൈവത്തിന് മഹത്വം കൊടുക്കോ, ആരാധിക്കോ. വായ വിസ്താരിച്ചു തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യോ. ഹല്ലേലൂയ. ദൈവം നമ്മെ വിളിച്ചത് കുറച്ചു നാള് ക്രിസ്തീയ ജീവിതം ചെയ്തിട്ട് പിന്തിരിഞ്ഞു പോകാറല്ല. ദൈവം നമ്മെ വിളിച്ചത് മരണപര്യന്ത വിശ്വസതയോടെ ദൈവത്തെ സേവിച്ച് ദൈവസനെ എത്തിച്ചേരാനോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗപിതാവേ, വൃക്ഷെന്നുള്ളതിൽ പലപ്പോഴും മറ്റുള്ളവർ വാക്കുകൾ, ഞങ്ങളുടെ ഹൃദയത്തെ പൊങ്ങിവരുന്ന ചിന്തകൾ, ലോകം, ജഡം, പിശാച് ഞങ്ങളെ മടുപ്പിക്കുന്ന അനുഭവങ്ങളിൽ മനുഷ്യരെന്നുള്ളതിൽ ചിലപ്പോഴൊക്കെ തളർന്നു പോയത്, ക്ഷീണിച്ചു പോയത്, നിരാശപ്പെട്ടു പോയത്, പിറുപിറുത്തു പോയത്, വാടിയ മുഖത്തോടിരുന്നത് ക്ഷമിക്കണം കർത്താവേ. വലിയ പ്രയാസകരമായ അനുഭവങ്ങളിൽ കൂടെ വിശുദ്ധന്മാർ കടന്നു പോയിട്ടും അവർ മടുക്കാതെ പിടിച്ചു നിന്ന് അവർ സാക്ഷിയുടെ സമൂഹത്തിലെത്തിയല്ലോ. ഞങ്ങളുടെ കർത്താവ് മടുപ്പിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ കൂടെ പോയിട്ടും മടുക്കാതെ ജയാളിയായി പിതാവിൻ്റെ സന്നിധിയിലെത്തിയല്ലോ. ആയതിനാൽ ഈ ദിവസങ്ങളിൽ കർത്താവിനെ മുഖത്തേക്ക് നോക്കി ഞങ്ങൾക്ക് മുമ്പേ
കർത്താവിനെ സേവിക്ക് ഇറങ്ങിത്തിരിച്ച ദൈവമക്കളുടെ ജീവിതാനുഭവങ്ങളെ ഓർത്തുകൊണ്ട് വിശ്വാസത്തെ മുറുകെ പിടിച്ച് മുമ്പോട്ട് പോകാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ, ഈ ജനത്തിന് നൽകണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ നല്ല അവസരം ഒരിക്കൽ തന്ന കർത്താവിൻ്റെ ദാസനോട് സഭയോട് എനിക്കുള്ള നന്ദി അറിയിക്കും. കരങ്ങളടിച്ച് നമ്മൾ ദൈവത്തിന് നന്ദി പറഞ്ഞാൽ കരങ്ങൾ തട്ടി. ഇന്ന് പകൽക്കാലം